ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ അടുത്ത ക്ലാസ്സിലേക്കാണ് നാം പോകുന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻസിൻ്റെ പേരും എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഈ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഓരോ ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഓരോ ആപ്ലിക്കേഷൻസാണ് ഓരോ ചാപ്റ്ററുകളും. അതുകൊണ്ട് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആപ്ലിക്കേഷൻസ്, ഓരോ ആപ്ലിക്കേഷൻസിനും വീണ്ടും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഒന്ന് അറേസ് എന്ന് പറയും. നിങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അറേസ്. ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്സ്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലത് കേൾക്കാത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രീയും ഗ്രാഫ്സൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റിലും തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഒരേ സംഭവം തന്നെയാണ്, ഓരോരോ ആപ്ലിക്കേഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് അറേയാണ്. അറേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അറേ എന്താണ് എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അറേ എന്നൊക്കെ, ഏത് ടൈപ്പാണെന്നുള്ളത്. നമ്മൾ ലീനിയർ നോൺ ലീനിയറും പറഞ്ഞ സമയത്ത് അത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന സീക്വൻഷ്യൽ ഓർഡറിലാണ്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു മാനറിലായിരിക്കും നമ്മൾ അറേ കാണുന്നത്. ഈ ഒരു സ്ട്രക്ചർ അതാണ് സീക്വൻസ്, എലമെൻറ്റ്സ് ഫോംസ് എ സീക്വൻസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നുള്ളത് ഇറ്റ് ഈസ് വെരി ടു ട്രാവേഴ്സ്, സെർച്ച്, സോർട്ട് എക്സെട്ര. അതായത് സെർച്ച് ചെയ്യാനായാലും, അതായത് ഡാറ്റ സ്ട്രക്ചറിലെ ഓപ്പറേഷൻസിൽ ട്രാവേഴ്സും സെർച്ചിങ്ങും സോർട്ടിങ്ങും ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. വെരി ഈസി ടു എന്നാണ് കേട്ടോ, അവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ട്രാവേഴ്സ്, സെർച്ച്, സോർട്ട് എക്സെട്ര, ഈ 3 ഓപ്പറേഷനും വളരെ ഈസി ആയിട്ട് ചെയ്യാം, അറേയിൽ കഴിയും. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് ആണ് സ്റ്റോർ. ഈ ഒരു കള്ളികളിലാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കറക്റ്റായിട്ടൊരു നമ്പേഴ്സ് ഉണ്ടായി, ഫൈനൈറ്റ് എലമെൻ്റ് ആയിരിക്കും. അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം തന്നെ അത് ഒരേ സ്വഭാവമുള്ള അതായത് എന്തെങ്കിലും ഒരു പൊതുവായൊരു സ്വഭാവമുള്ള ഡാറ്റ എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അറേ എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് അറേ എന്താണെന്ന് മെൻഷൻ ചെയ്തത്. അറേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറാണ്. എലമെൻറ്റ്സ് സീക്വൻഷ്യൽ ഓർഡറിലാണ് ഫോം ചെയ്യുക. ട്രാവേഴ്സിലായാലും സോർട്ടിങ് ആയാലും. ഇത് മാത്രമല്ല, ഒരുപാട് ഇതിൽ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് എന്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. സെർച്ചിങ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിൽ ഹോമോജീനസ് എലമെൻറ്റ്സ് ആണുള്ളത്. ഇനിയും ഇഷ്ടംപോലെ പറയാനുണ്ട്. നമുക്കറിയാം, ഇൻസേർഷനും ഡെലീഷനൊക്കെ നടക്കുമ്പോൾ ഓവർഫ്ലോയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് അറിയുമ്പോൾ ഇതിന് തിരിച്ചുള്ള വരുന്നത് കോമ്പൗണ്ട് ഡാറ്റ. മറ്റേ ഇത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറാണ്. പക്ഷേ എലമെൻറ്റ്സ് ഒക്കെ എന്താണ്, ലീനിയർ തന്നെയായിട്ടാണ്, ലീനിയറിൽ അറേഞ്ച്ഡ് തന്നെയാണ്. പക്ഷേ എന്താണ്, കോമ്പൗണ്ടാണ്. ഒന്ന് മാത്രമായിരിക്കില്ല, അതിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ കണക്ഷൻ തന്നെയാണ്. അതിൽ ഓരോ ഡാറ്റ എലമെൻറ്റ്സിനെയും നമ്മൾ നോഡുകൾ എന്നാണ് പറയുക. ഓരോ ഡാറ്റ എലമെൻറ്റ്സിൻ്റെ സെല്ലിനെയും നോഡ്സ് എന്നാണ് പറയുക. പിന്നെ അടുത്ത് പറയുന്നത് സ്റ്റാക്കാണ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് സ്റ്റാക്ക് കാണാം. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്, ലീനിയർ സ്ട്രക്ചറാണ്, ഓർഡേർഡ് ലിസ്റ്റാണ്. ഈ ഒരു ലീനിയർ സ്ട്രക്ചർ തന്നെയാണ് ഇതും കാണാം. ഇൻസേർഷൻ ഡെലീഷനും ഒരേ എൻഡിലേ നടക്കുകയുള്ളൂ. അത് ടോപ്പിലായിരിക്കും. അതായത് ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും മുകളിലുള്ളതിനെ ആദ്യം ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്, ഇൻസേർഷൻ നടക്കുന്നത് മുകളിലേക്കാണ്, ഡിലീഷൻ നടക്കുന്നത് മുകളിലാണ്. അതുകൊണ്ട്
ആ ടോപ്പിലാണ് രണ്ട് ഓപ്പറേഷൻസ് നടക്കുക. അതാണ് സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് എപ്പോഴും ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അവസാനം അതാണ് ഇൻസേർട്ട് ചെയ്ത് അതിനെയാണ് ഫസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുക. അതാണ് സ്റ്റാക്കിൻ്റെ പ്രത്യേകത. അതേസമയം ക്യൂ എന്ന് പറയുമ്പോൾ തിരിച്ചാണ്, രണ്ട് എൻഡിലും ഇതുണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ ഓർഡർ ലിസ്റ്റാണ്. ഇതിൻ്റെ രണ്ട് എൻഡിലും സ്റ്റാക്ക് പോലെയല്ല, ക്യൂ ആകുമ്പോൾ നമുക്ക് രണ്ട് എൻഡിലും കൂടെയും, അതായത് ഒരു എൻഡിൽ കൂടെ ഇൻസേർഷനും ഒരു എൻഡിൽ കൂടെ ഡിലീഷനും നടക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇൻസേർഷൻ ടേക്ക് പ്ലേസ് അറ്റ് എൻഡ് റിയർ ആൻഡ് ഫ്രണ്ട്, രണ്ട് എൻഡിൽ കൂടെയും നമുക്ക് ചെയ്യാം. ഒരു എൻഡിൽ കൂടെ മാത്രമല്ല, രണ്ട് എൻഡിലൂടെ നടക്കും പ്രോസസ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അതിപ്പോൾ ഒരു ഇങ്ങനെയുള്ള ആണെങ്കിൽ ഇവിടെ കൂടെയും ഇവിടെ രണ്ട് എൻഡിൽ കൂടെയും ഇൻസേർഷനും ഡിലീഷനും നടക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ഞാനങ്ങനെ ഓടിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ആ രണ്ട് എൻഡിനെ ഫ്രണ്ട് എന്നും റിയർ എന്നും പറയും. മുൻഭാഗത്ത് ഫ്രണ്ട് എന്നും മറ്റത് റിയർ എന്നും പറയും. പിന്നെ അടുത്ത് പറയുന്നത് ട്രീ ആണ്. ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ട്രീ സ്ട്രക്ചർ നമ്മൾ ഡിസ്ക്രീറ്റിൽ പഠിച്ചിട്ടുണ്ട്. ട്രീ എന്ന് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. ട്രീ മോഡലിലുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. ഒരു നോഡ്, അതിൽ നിന്ന് അടുത്ത നോഡ്സ് അങ്ങനെ പോകും. അത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ വരിക. ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ്, എലമെൻസിൻ്റെ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ളതാണ് ട്രീ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഗ്രാഫാണ്. ഗ്രാഫ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെർട്ടീസസും പാത്തും ഉള്ള നമുക്കറിയാം സ്ട്രക്ചറാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ഓരോ നോട്ട്സാണ്. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ശരിക്കും ഒരു നോഡ്, വേറൊരു നോഡ്, പിന്നെ അതിന് മറ്റൊരു നോഡ്, അങ്ങനെ ഇത് ഓരോന്നിനും വെർട്ടീസസ് എന്നും മറ്റത് എഡ്ജൊന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ കാര്യം അതാണ് ഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഈ 6 ആപ്ലിക്കേഷൻസ് എന്താണെന്നും അതെന്താണെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.